കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. എന്നാൽ ഇത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾ ജനകീയ വികസന പദ്ധതികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് വൈക്കം നഗരസഭയിലെ 23-ാം വാർഡിലെ വയനവേലി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദം. ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ആ വാർഡിലെ റോഡ് നിർമ്മാണത്തിനായി അനുവദിച്ച MLA ഫണ്ട് പിൻവലിക്കപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. വൈക്കം നഗരസഭയിലെ 23-ാം വാർഡായ താലൂക്ക് ഹോസ്പിറ്റൽ ഭാഗത്തുള്ള വയനവേലി റോഡ് കഴിഞ്ഞ 4 വർഷത്തിലേറെയായി അതീവ ശോചനീയാവസ്ഥയിലാണ്. മഴക്കാലത്ത് പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന ഈ റോഡ് ഉയർത്തി നിർമ്മിക്കുക എന്നത് പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. ഈ ആവശ്യം പരിഗണിച്ച് വൈക്കം MLA CK ആശ തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ റോഡ് പുനർനിർമ്മാണത്തിനായി അനുവദിച്ചു. കഴിഞ്ഞ ജൂലൈ 18-നാണ് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ശുപാർശ MLA നൽകിയത്. റോഡ് നവീകരണത്തിന് തുക അനുവദിച്ച നടപടിയെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയും MLAയെ അഭിനന്ദിച്ചുകൊണ്ട് വാർഡിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. 23-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സോണി സണ്ണി വിജയിച്ചതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. വിജയത്തിന് പിന്നാലെ MLA തന്റെ ഫണ്ട് പിൻവലിക്കാൻ കളക്ടർക്ക് കത്ത് നൽകുകയായിരുന്നു. ഈ മാസം 12-നാണ് പ്രവൃത്തി റദ്ദാക്കണമെന്ന് MLA ആവശ്യപ്പെട്ടത്. ഇതിനെ തുടർന്ന് നടപടി സ്വീകരിക്കാൻ കളക്ടർ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ നടപടി തികഞ്ഞ രാഷ്ട്രീയ പകപോക്കലാണെന്ന് UDF ആരോപിക്കുന്നുമുണ്ട്. LDF ഭരിക്കുമ്പോൾ അനുവദിച്ച ഫണ്ട് വാർഡ് UDF പിടിച്ചെടുത്തപ്പോൾ പിൻവലിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പക്ഷം. സാങ്കേതികതയും സമയക്രമവും തന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും മറിച്ച് സാങ്കേതികമായ കാരണങ്ങളാലാണെന്നും MLA CK ആശ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ പ്രധാന വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. ജൂലൈ 29-ന് തന്നെ എസ്റ്റിമേറ്റ് ലഭ്യമാക്കാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നഗരസഭയിൽ നിന്ന് കൃത്യമായ എസ്റ്റിമേറ്റ് ലഭിച്ചില്ല. എസ്റ്റിമേറ്റ് ലഭിക്കാത്തതിനാൽ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ സാധിച്ചില്ല. സാമ്പത്തിക വിഷയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എസ്റ്റിമേറ്റ് ലഭിക്കാത്ത പദ്ധതികൾക്കായി തുക മാറ്റിവെക്കുന്നത് ഫണ്ട് നഷ്ടപ്പെടാൻ കാരണമാകും. ഈ തുക മറ്റ് അത്യാവശ്യ പദ്ധതികളിലേക്ക് വകമാറ്റി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനാണ് താൻ ശ്രമിച്ചതെന്ന് MLA പറയുന്നുമുണ്ട്. MLAയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് നഗരസഭാ അധികൃതരും വാർഡ് കൗൺസിലർ സോണി സണ്ണിയും. എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകിയിരുന്നെന്നും എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ അത് പരിഗണിക്കപ്പെട്ടില്ലെന്നുമാണ് ഇവരുടെ വാദം. 4 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്താൻ ലഭിച്ച തുക കേവലം ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പിൻവലിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കൗൺസിലർ ആരോപിക്കുന്നുണ്ട്. വിവാദങ്ങൾ കൊഴുക്കുമ്പോഴും മറന്നുപോകുന്നത് വയനവേലി റോഡിനെ ആശ്രയിച്ചു കഴിയുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ്. താലൂക്ക് ഹോസ്പിറ്റലിന് സമീപമായതിനാൽ ഈ റോഡിന് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ ചെറിയ മഴയിൽ പോലും ഇവിടെ വെള്ളം കയറുന്നത് രോഗികൾക്കും പ്രദേശവാസികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടങ്ങൾക്കും വാഹനങ്ങളുടെ തകരാറുകൾക്കും കാരണമാകുന്നുണ്ട്. റോഡ് ഉയർത്തി നിർമ്മിച്ചാൽ മാത്രമേ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകൂ. അതിനായി അനുവദിച്ച 15 ലക്ഷം രൂപ നഷ്ടമാകുന്നത് വികസനത്തെ വർഷങ്ങൾ പുറകോട്ട് കൊണ്ടുപോകും. കേരളത്തിലെ വികസന രാഷ്ട്രീയത്തിൽ MLA ഫണ്ട് എന്നത് ജനപ്രതിനിധികളുടെ വിവേചനാധികാരത്തിൽ വരുന്ന ഒന്നാണ്. എന്നാൽ ഇത് പൊതുമുതലാണെന്നും അത് രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ നോക്കാതെ വിനിയോഗിക്കണമെന്നുമുള്ള ധാർമ്മികമായ ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരത്തിന് പകരം ശത്രുത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. വൈക്കം നഗരസഭയിലെ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് നമ്മുടെ വികസന സങ്കല്പങ്ങളിലെ പാളിച്ചകളിലേക്കാണ്. ഭരണപരമായ കാലതാമസമാണോ അതോ രാഷ്ട്രീയമായ തീരുമാനമാണോ ഈ ഫണ്ട് പിൻവലിക്കലിന് പിന്നിലെന്ന് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. എങ്കിലും രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിൽ ബലിയാടാകുന്നത് സാധാരണക്കാരായ ജനങ്ങളും അവർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. വയനവേലി റോഡിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഒത്തുതീർപ്പിലെത്തുകയും റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുകയുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.